ഹലോ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രത്യേകിച്ച് 2025 വരാൻ പോകുകയാണ്. ആ സമയത്ത് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, നമുക്ക് ഒരുപാട് ടാർഗറ്റ് ഉണ്ടാവും, ലക്ഷ്യങ്ങളുണ്ടാവും, ആഗ്രഹങ്ങളുണ്ടാവും. 2025 ഇന്ന കാര്യങ്ങളൊക്കെ നടക്കണമെന്ന്, അതിനെല്ലാം ഹെൽപ്ഫുൾ ആവുന്ന ഒരു വീഡിയോ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. ദിവസവും നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടി കൊണ്ടുപോവുക. നമുക്ക് നന്നായി അറിയാം ഇതെന്തായാലും ചെയ്യണമെന്ന്, പക്ഷെ എന്തുകൊണ്ടോ അത് ചെയ്യാൻ സാധിക്കുന്നില്ല. പലപ്പോഴും അത് നമ്മളെ ഒരുപാട് അലട്ടുന്നു. ചിലപ്പോൾ മടി കൊണ്ടാവാം, ചിലപ്പോൾ ഒരുപാട് സമയക്കുറവുണ്ടാവാം, ചിലപ്പോൾ സപ്പോർട്ട് കിട്ടുന്നുണ്ടാവില്ല, നമുക്ക് ഒരുപാട് വർക്ക് ഉണ്ടാവും. അപ്പോൾ നമ്മൾ പ്ലാൻ ചെയ്ത, നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ വരുമ്പോൾ അന്നത്തെ ദിവസം മുഴുവൻ നമുക്ക് ആകെ ടെൻഷനായിരിക്കും, സ്ട്രെസ്സായിരിക്കും, രാത്രി ഉറക്കം വരില്ല, തലവേദന, അങ്ങനെയുള്ള മറ്റു പല കാര്യങ്ങളും. മാത്രമല്ല, നമ്മളിൽ തന്നെ നമുക്കൊരു വിശ്വാസക്കുറവുണ്ടാവും. നമ്മൾ എന്ത് സ്റ്റാർട്ട് ചെയ്താലും നടക്കില്ല, നമുക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല, ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് എന്നുള്ള ചിന്തകൾ, നമ്മളെക്കുറിച്ച് തന്നെ ഒരു എന്താ പറയുക, ആകെ ഒരു വിശ്വാസമില്ലായ്മ, ആകെ ഒരു വിഷമം, നമ്മളെക്കുറിച്ച് തന്നെ, നമ്മൾ എന്ത് തുടങ്ങിയാലും ഇങ്ങനെ തന്നെ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള നമ്മളെക്കുറിച്ച് സ്വയം താഴ്ത്തൽ, ആ ഒരു ചിന്തകൾ, നമുക്ക് തന്നെ നമ്മുടെ മേലുള്ള കോൺഫിഡൻസ് കുറയുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇനി അങ്ങനെയുള്ള സങ്കടമൊന്നും നിങ്ങൾക്കുണ്ടാവില്ല. 2025 വളരെ ഹെൽപ്ഫുൾ ആവുന്ന ചില ടിപ്സുമായിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഉറപ്പായും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവെക്കലിനെ എങ്ങനെ ജയിക്കാമെന്നാണ് നമ്മുടെ ഈ വീഡിയോയിൽ നിങ്ങൾ കാണാൻ പോകുന്നത്. നമ്മൾ ഇതിനു മുൻപ് പറഞ്ഞതുപോലെ, നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ നീട്ടിവെക്കുന്ന സമയത്ത് നമുക്കുണ്ടാകുന്ന ആദ്യത്തെ പ്രശ്നം എന്താണെങ്കിൽ, ആകെ ഒരു ടെൻഷൻ, സ്ട്രെസ്, തലവേദന, ഒരുപാട് കാര്യങ്ങളാണ് ആ സമയത്ത് ഉണ്ടാവുക. കാര്യങ്ങൾ ചെയ്തു തീർത്തില്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് പോകും? നമുക്ക് ഒരുപാട് അവസരങ്ങളായിരിക്കും നമ്മളെ കാത്തിരിക്കുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ചെയ്തു തീർത്താൽ, പക്ഷെ ചെയ്യാൻ സാധിക്കുന്നില്ല. അപ്പോൾ നമുക്ക് അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ഉദാഹരണത്തിന്, നമ്മളൊരു കാര്യം പഠിക്കണമെന്ന് പ്ലാൻ ചെയ്യുന്നു, അത് ഇന്ന മാസത്തിനുള്ളിൽ തീർക്കണമെന്നും നമ്മൾ വിചാരിക്കുന്നു, ആഗ്രഹിക്കുന്നു. പക്ഷേ അതിനുവേണ്ടി നമ്മൾ എല്ലാ ദിവസവും നമ്മൾ 1 അവർ സമയം ചിലവഴിക്കണം. പക്ഷേ 1 അവർ പോയി ഒരു അരമണിക്കൂറെങ്കിലും നമുക്ക് ചിലവഴിക്കാൻ സമയമില്ല. എല്ലാ ദിവസവും കുറ്റബോധം. നമ്മൾ പ്ലാൻ ചെയ്ത ആ മാസത്തിൽ നമ്മുടെ ആഗ്രഹം നടക്കുന്നുമില്ല. എത്ര സങ്കടമായിരിക്കും, എത്ര ടെൻഷനായിരിക്കും, നമുക്ക് നമ്മുടെ മേലുള്ള വിശ്വാസം തന്നെ നഷ്ടപ്പെടും. മാത്രമല്ല, അത് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് നമ്മൾ പഠിക്കേണ്ട കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു അവസരമായിരിക്കും കിട്ടുക, അതുപോലും നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥ. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ആരോഗ്യം. നമ്മൾ പ്ലാൻ ചെയ്യും, നമ്മുടെ ആരോഗ്യം ഒന്ന് റെഡിയാക്കണം, വെയിറ്റ് ഒന്ന് കുറയ്ക്കണം, കുറച്ചുകൂടി സ്റ്റാമിന കൂട്ടണം എന്നെല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും. പക്ഷേ നമ്മൾ വിചാരിച്ചതൊന്ന് നടക്കുന്നതൊന്നായിരിക്കും. ഈ സമയത്തെല്ലാം നമുക്ക് കുറ്റബോധമാണ് നമുക്കുണ്ടാവുക. ഇതൊക്കെ മാറ്റാൻ നമുക്ക് സാധിക്കും, ഉറപ്പായിട്ടും സാധിക്കും. ഈ 2025 നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ ഉറപ്പായിട്ടും സാധിക്കും. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം, ഓരോ ലക്ഷ്യങ്ങളും എഴുതി വെക്കുക. എന്നിട്ട് ഇന്ന ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ഇന്ന മാസത്തിനുള്ളിൽ നമ്മളത് ചെയ്തു തീർക്കും എന്നുകൂടി എഴുതുക. മാത്രമല്ല, നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ടവരോട്, ഏറ്റവും അടുത്ത് പ്രിയപ്പെട്ടവരോട് നമ്മുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് നമുക്ക് പറയാം. അവരുടെ സപ്പോർട്ടും കിട്ടും. മാത്രമല്ല, അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, വളരെ ശ്രദ്ധിക്കണം. അതായത്, മാജിക് എന്ന പുസ്തകത്തിൽ റോണ്ട ബേൺ ലെസൺ നമ്പർ 18 പറയുന്നു, ദ മാജിക്കൽ ടു ഡു ലിസ്റ്റ്. ഇന്ന് തന്നെ ദ മാജിക്കൽ ടു ഡു ലിസ്റ്റ് എന്ന് ഒരു പേപ്പറിൽ എഴുതുക. എന്നിട്ട് നാളെ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം നമ്പർ 1, 2, 3, 4 എന്ന് എഴുതി വെക്കുക. ഇത് ഉറപ്പായും ചെയ്തിരിക്കും എന്ന് നമ്മൾ സ്വയം പറയണം. കുറച്ച് മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ, ദ മാജിക്കൽ ടു ഡു ലിസ്റ്റ് എഴുതിയതിന് ശേഷം, അതായത് നമ്മൾ ടു ഡു ലിസ്റ്റ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് ഏറ്റവും മുകളിൽ എഴുതുക ദ മാജിക്കൽ ടു ഡു ലിസ്റ്റ് എന്ന്. ചെറിയ കാര്യങ്ങൾ മുതൽ വലിയ കാര്യങ്ങൾ വരെ അതിലുണ്ടാകാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഏതാണെന്ന് നിങ്ങൾ ചിന്തിച്ച് മനസ്സിൽ അത് ചെയ്തു തീർത്തതായി സങ്കല്പിക്കുക. അതായത്, നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം, നാളെ ചെയ്യണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്തു കഴിഞ്ഞതായി, വളരെ ഭംഗിയായി ചെയ്തു തീർത്തതായി നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. ഏകദേശം ഒരു മിനിറ്റ് എങ്കിലും സമയമെടുത്ത് വേണം നിങ്ങളത് മനസ്സിൽ സങ്കല്പിക്കുവാൻ. എന്നിട്ട് നിങ്ങൾ താങ്ക് യു പറയുക. ചെയ്യേണ്ട കാര്യം പൂർണ്ണമായി വളരെ നല്ല രീതിയിൽ തന്നെ ചെയ്തു തീർത്തു എന്ന് താങ്ക് യു പറയുക.
അതുമാത്രമല്ല അത് സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും, അതായത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ ബാങ്കിലേക്കാണ് പോകേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിലേക്ക് പോകുന്ന സമയത്ത് ബാങ്കിലെ മാനേജർ, അവിടുത്തെ സ്റ്റാഫ് എല്ലാവരും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന പോലെയെല്ലാം നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാവരിൽ നിന്നും നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ എല്ലാവരിൽ നിന്നും വേണ്ട സഹായം ആ സമയത്ത് നമുക്ക് കിട്ടുന്നതായി മനസ്സിൽ സങ്കല്പിക്കുക. താങ്ക് യു പറയുക. അവരോടെല്ലാം നമുക്ക് നന്ദി പറയാം. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 3 കാര്യങ്ങളാണ് നമ്മൾ എടുക്കേണ്ടത്. ആദ്യത്തെ കാര്യം നമ്മുടെ മനസ്സിൽ സങ്കല്പിച്ചതിന് ശേഷം നന്ദി പറയുക, സന്തോഷത്തോടെ നന്ദി പറയുക. അതുപോലെ തന്നെ 2, 3 എല്ലാം നമുക്ക് നന്ദി പറയാം. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മുടെ മനസ്സിൽ കൊണ്ടുവന്നതിന് ശേഷം അത് നടന്നതായി, വളരെ ഭംഗിയിൽ നടന്നതായി സങ്കല്പിച്ച് നമുക്ക് ഈ പ്രപഞ്ചത്തോട്, യൂണിവേഴ്സിനോട് അല്ലെങ്കിൽ ഈശ്വരനോട് എങ്ങനെയാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നത്, എങ്ങനെ പറയുമ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ വിശ്വാസം തോന്നുന്നത്, അങ്ങനെ തന്നെ നിങ്ങൾക്ക് പറയാം. അടുത്ത ദിവസം ഈ കാര്യങ്ങളെല്ലാം നടന്നതിന് ശേഷം, അതായത് ഓരോ കാര്യങ്ങളായിട്ട് എത്ര ചെറിയ കാര്യമായാലും ശരി, അത് നടന്നു കഴിയുമ്പോൾ അതിനെ ഒന്ന് ടിക്ക് ചെയ്തിട്ട് താങ്ക് യു പറയുക. നമ്മുടെ മനസ്സിനോട്, നമ്മളോട് തന്നെ നമുക്കൊന്ന് താങ്ക് യു പറയാം. അതുപോലെ തന്നെ പ്രപഞ്ചത്തോട് നന്ദി പറയാം. നമ്മളെ തന്നെ ഒന്ന് അപ്രിഷ്യേറ്റ് ചെയ്യാം, നമ്മളെ തന്നെ ഒന്ന് അഭിനന്ദിക്കാം. മാത്രമല്ല ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കാര്യം, ഒരു 10 കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ 7ഓ 8ഓ കാര്യങ്ങൾ മാത്രമേ ചെയ്യാൻ സാധിച്ചുള്ളൂ എങ്കിൽ ഒരിക്കലും ബാക്കിയുള്ള 2-3 കാര്യങ്ങളെ ഓർത്ത് ടെൻഷൻ ആവരുത്. ഒരിക്കലും ടെൻഷൻ ആവരുത്. സാരമില്ല, നമുക്ക് നമ്മളോട് തന്നെ ഒന്ന് ക്ഷമിക്കാം. നമുക്ക് നാളെ ചെയ്തു തീർക്കാമെന്ന് നമുക്ക് നമ്മളോട് തന്നെ പറയാം. നമ്മളോട് തന്നെ ക്ഷമിക്കാം. സമയമില്ലാത്തത് കൊണ്ടാണ് നമ്മളിന്ന് ചെയ്യാത്തത്, അതിൻ്റെ റീസൺ എന്താണെന്ന് വ്യക്തമായി നമുക്ക് നമ്മളോട് തന്നെ പറയാം. ഒരിക്കലും ഗിൽറ്റി ഫീലിംഗ് നമുക്ക് പാടില്ല. ഇനി ബാക്കിയുള്ള സമയം, അതായത് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം 7ഓ 8ഓ കാര്യങ്ങൾ, ഇപ്പോൾ നമ്മൾ 10 കാര്യങ്ങളാണ് ചെയ്യാനുള്ളതെങ്കിൽ 7ഓ 8ഓ കാര്യങ്ങളെ ചെയ്യാൻ നമുക്ക് സാധിച്ചുള്ളൂ. ബാക്കി ചെയ്യാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് നമ്മളോട് പറയാം. എന്നിട്ട് നമുക്ക് റിലാക്സ് ചെയ്യണം. അതായത് എല്ലാം ചെയ്തു തീർക്കുമ്പോൾ നമുക്കൊരു സന്തോഷം കിട്ടുമല്ലോ, ആ സന്തോഷത്തിനെ നമ്മൾ ഉള്ളിൽ ഫീൽ ചെയ്യണം. നമുക്കുള്ളിൽ ഫീൽ ചെയ്യണം സന്തോഷമായി എന്ന്. അല്ലാതെ 2-3 കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയില്ല, കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല എന്ന് ഒരിക്കലും നമ്മൾ വിഷമിക്കരുത്. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് എപ്പോഴും പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത്, അതായത് ചെയ്തു തീർത്തില്ല എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് വീണ്ടും വീണ്ടും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം സംഭവിക്കുക. നമ്മൾ അങ്ങനെ ചിന്തിക്കേണ്ട. നമുക്ക് ചെയ്തു തീർത്തതായി, അതിനുള്ള വഴിയാണ് റോണ്ട ബേൺ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. അതായത് ചെയ്തു തീർത്തതായി മനസ്സിൽ സങ്കല്പിക്കുക. അതായത് പ്രോബ്ലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, കൂടുതൽ അതിന് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും വീണ്ടും പ്രശ്നങ്ങൾ തന്നെയാണ് നമ്മുടെ മുന്നിലോട്ട് വരിക. മറിച്ച് സൊല്യൂഷനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതായത് ചെയ്തു തീർന്നതായി നമ്മൾ മനസ്സിൽ സങ്കല്പിക്കുമ്പോൾ സൊല്യൂഷൻ തന്നെ നമ്മുടെ മുന്നിൽ വരും. പ്രപഞ്ചം നമ്മുടെ മുന്നിൽ കൂടുതൽ കൂടുതൽ സൊല്യൂഷൻസ് കൊണ്ടുവരും. നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു തീർക്കുവാൻ ഈ പ്രപഞ്ചം നമ്മളെ സഹായിക്കും. ഏതൊരു സമയത്തും ഗ്രാറ്റിറ്റ്യൂഡ് നമുക്ക് നല്ലൊരു സുഹൃത്തിനെ പോലെയാണ്. അതായത് നമ്മൾ എത്രത്തോളം ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നുവോ, ഏതൊരു കാര്യത്തിനും എത്രത്തോളം നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുന്നുവോ അത്രത്തോളം പ്രപഞ്ചം നമുക്ക് ബ്ലെസ്സിങ്സ് കൊണ്ടുവന്ന് തരും. ഇവിടെ നമ്മൾ രണ്ടും യൂസ് ചെയ്യുന്നു. ഗ്രാറ്റിറ്റ്യൂഡും യൂസ് ചെയ്യുന്നു, അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനും യൂസ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെങ്കിൽ, ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ ചെയ്തു തീർന്നതായി, വളരെ നല്ല രീതിയിൽ ചെയ്തു തീർന്നതായി നമ്മൾ മനസ്സിൽ കൊണ്ടുവന്ന് സങ്കല്പിക്കുന്നു. അത് നല്ലത് തന്നെയാണ് അട്രാക്റ്റ് ചെയ്യുക. ലോ ഓഫ് അട്രാക്ഷൻ പ്രകാരം നല്ലത് ചിന്തിക്കുമ്പോൾ നല്ലത് നടക്കുന്നു. മാത്രമല്ല കൂടെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നു. ഗ്രാറ്റിറ്റ്യൂഡ് കൂടുതൽ കൂടുതൽ ബ്ലെസ്സിങ്സ് നമുക്ക് കൊണ്ടുവന്ന് തരും. പ്രത്യേകിച്ച് മുൻകൂട്ടി തന്നെ നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയുമ്പോൾ അത് ഉറപ്പായും നടക്കുക തന്നെ ചെയ്യും. ഗ്രാറ്റിറ്റ്യൂഡും ലോ ഓഫ് അട്രാക്ഷനും കൂടിയാവുമ്പോൾ ഇത് വളരെ പവർഫുള്ളായി തന്നെ വർക്കാവും. ഇനി മാജിക് പുസ്തകത്തിൽ ലെസൺ നമ്പർ 18 റോണ്ട ബേൺ പറയുന്നു, രാവിലെ എഴുന്നേറ്റതും നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള 10 സൗഭാഗ്യങ്ങളെ കുറിച്ച് ഓർത്ത് നന്ദി പറയുക. 3 പ്രാവശ്യം നന്ദി പറയാം. സ്റ്റെപ്പ് നമ്പർ 2 ദ മാജിക്കൽ ടു ഡു ലിസ്റ്റ്. അതായത് നിങ്ങൾ അന്നത്തെ ദിവസം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതി വെച്ച ദ മാജിക്കൽ ടു ഡു ലിസ്റ്റ് എന്ന പേപ്പർ എടുത്തിട്ട് നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയി ചെയ്തു തീർക്കേണ്ട 3 കാര്യങ്ങളെ എടുത്ത് ഓരോന്നായി 1 മിനിറ്റ് സമയമെടുത്തിട്ട് അത് നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിക്കുക. നല്ല രീതിയിൽ നടന്നു കഴിഞ്ഞതായി മനസ്സിൽ സങ്കല്പിക്കുക. എന്നിട്ട് നന്ദി പറയുക. വളരെ സന്തോഷത്തോടു കൂടി നന്ദി പറയുക.
ഇനി രാത്രി ഉറങ്ങുന്നതിന് മുൻപ് മാജിക് റോക്ക് പ്രാക്ടീസ്, അതായത് അന്നത്തെ ദിവസം നിങ്ങളെ സന്തോഷിപ്പിച്ച ഏറ്റവും ബെസ്റ്റായ ഒരു കാര്യം എടുത്തിട്ട് മനസ്സിൽ കൊണ്ടുവന്ന് നന്ദി പറയുക. 3 പ്രാവശ്യം നന്ദി പറയുക. ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു കാര്യങ്ങളെല്ലാം എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാണ്. 2025 നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ, ലക്ഷ്യങ്ങൾ നേടുവാൻ ഈ ഒരു പ്ലാൻ, ഈ ഒരു മെത്തേഡ് നിങ്ങളെ ഉറപ്പായിട്ടും സഹായിക്കും. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയാൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് കൂടി ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്. ഓൾ ദ വെരി ബെസ്റ്റ്.